ഹലോ, ഇന്ന് നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കിയാലോ? ഇതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഞാൻ 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര വേണം, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഗീ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കൈവച്ച് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നല്ല പോലെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കുഴക്കാൻ ആവശ്യമായ വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്ന് കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ബോളാക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ പിസ്സ കട്ടർ ഇല്ല എങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ടും ഇതുപോലെ വരഞ്ഞ് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ചുറ്റിച്ച് വെച്ച പൊറോട്ടയുടെ മാവെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ചൂടായ കല്ലിലിട്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ പൊറോട്ട ചുട്ടെടുക്കാം. ചുട്ടെടുത്ത പൊറോട്ടയ്ക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. നല്ല അടിപൊളി ചിക്കൻ കറിയുടെ കൂടെ ചൂടോടെ കൂടെ തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.